ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ടെക് ക്ലാസ്സസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രിക്ഷൻ. ഓക്കെ, എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിക്കുന്നതാണ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഏതൊരു പ്രവൃത്തിയായാലും, ഇപ്പോൾ ഞാൻ നടക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്ത് ഇരിക്കുന്നു, ഞാനൊരു പെൻ ഹോൾഡ് ചെയ്യുന്നു, എല്ലാത്തിലും ഫ്രിക്ഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? സിംപ്ലി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷനെ റെസിസ്റ്റീവ് ഫോഴ്സ് ആണെന്ന് പറയാം. സിംപ്ലി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റീവ് ഫോഴ്സ്. എന്തിനെ റെസിസ്റ്റ് ചെയ്യുന്ന? മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ബോഡി മറ്റൊരു ബോഡി തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ ഇത് ബോഡി എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ആവാം, സോളിഡ് മാറ്റർ ആവാം, എന്ത് വേണോ, എയർ വേണോ, എന്ത് മാറ്റർ വേണോ ആവാം. ഓക്കെ, അവയ്ക്കിടയിൽ ക്രിയേറ്റ് ആവുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സാണ് എന്ത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായ? ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ whenever the surface of two bodies are in contact, there is some resistance to sliding between them. The opposing force to movement is called friction. ഓക്കെ, ഇപ്പോൾ ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്യുന്നു, ഒരു സർഫസ്. ഓക്കെ, ആ സർഫസിലൊരു ബോഡി. ഓക്കെ, ഈ ബോഡിയെ ഞാൻ പുള്ള് ചെയ്തു. ഓക്കെ, ഈ ബോഡിയെ പുള്ളി ചെയ്യുമ്പോൾ ഈ ബോഡിയും ഈ സർഫസും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഏരിയ ഉണ്ടോ, ഈ പോർഷൻ, അവിടെ ഈ ബോഡിയുടെ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഈ ബോഡിയിൽ ഒരു പുള്ള് ചെയ്യുമ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കായിരിക്കും. ബട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ബോഡിയുടെ സർഫസിന് ഇടയിലായിട്ട് ആ കോണ്ടാക്ട് സർഫസിൽ എന്ത് ഫോം ചെയ്യുന്നു? ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഫോം ചെയ്യുന്നു. ആ റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് എന്തെന്ന് സിമ്പിളി പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോൾ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു റൗണ്ട് ബോഡിയാണെന്ന് കരുതിക്കോളൂ. ആ ബോഡിയെ ഞാൻ പുഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടുവേഴ്സ് റൈറ്റ് സൈഡാണ്. ഓക്കെ, പുഷ് ചെയ്യുമ്പോൾ ആ ബോഡി സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യുന്ന റൈറ്റ് സൈഡിലേക്കല്ലേ. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ആ ബോഡിയുടെ മൂവ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ബോളും ഈ സർഫസിന് ഇടയിൽ ഓപ്പോസിങ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതാണ് എന്ത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ബോഡിയുടെ മൂവ്മെൻറ്റിന് എഗെയിൻസ്റ്റ് മീൻസ്, ഇപ്പോൾ ഏതൊരു രണ്ട് ബോഡികൾ തമ്മിൽ റെസ്റ്റ് ചെയ്യിക്കുന്ന രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്റ്റ് വന്നാലും ആ കോണ്ടാക്റ്റ് സർഫസിൽ എന്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്? ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവുന്നു. എനിക്കിപ്പോൾ ഈ പെൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ ഫിംഗർ ടിപ്സും ഈ പെന്നിൻ്റെ സർഫസും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ പെൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ എൻ്റെ ഫിംഗർ ടിപ്സിനും പെന്നും സർഫസിനിടയിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആയില്ല എങ്കിൽ എനിക്ക് ഈ പെൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ നടന്നു പോകുമ്പോൾ വളരെ റഫായിട്ടുള്ള സർഫസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് നടന്നു പോകാൻ പറ്റും, അല്ലേ? വളരെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു റീജിയൻ ആണെങ്കിലോ, അത്യാവശ്യം ഇപ്പോൾ വെറ്റായിട്ടുള്ളൊരു റീജിയനൊക്കെ ആണെങ്കിലോ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് നടന്നു പോകാൻ പറ്റുമോ? നിങ്ങൾ തെന്നി പോകത്തില്ലേ? കാര്യം എന്താ? നിങ്ങളുടെ നിങ്ങളുടെ കോണ്ടാക്ട് സർഫസ് എന്ന് പറയുന്നത് അവിടെ ഫ്രിക്ഷൻ കുറവാണ്. അപ്പോൾ നമുക്ക് നടന്നു പോകാനും എന്ത് വേണം? ഫ്രിക്ഷൻ്റെ സഹായമാണ്. അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി അവിടെ എല്ലാം എന്തിൻ്റെ? ഫ്രിക്ഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സിമ്പിളി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് എ ഒപ്പോസിങ് ഫോഴ്സ് ദ മൂവ്മെൻറ്റ്. ഒപ്പോസിങ് ഫോഴ്സ് ടു ദ മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ അഥവാ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ സാധാരണ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നതിൽ കോണ്ടാക്റ്റ് ഫോഴ്സ് ഏതാണ്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് അല്ലേ? ഇപ്പോൾ ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്തു. ഓക്കെ, ആ സർഫസുമായിട്ട് കോണ്ടാക്റ്റിലല്ലാത്തൊരു ബോൾ. ഇപ്പോൾ
ഈ ബോളിനും ഈ സർഫസിനും ഇടയിൽ അവിടെ ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവുന്നുണ്ടോ? ഇല്ല. ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവുന്ന എപ്പോഴാ? രണ്ട് ബോഡികൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സർഫസിൽ തമ്മിലോ കോണ്ടാക്റ്റിൽ വരുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഫ്രിക്ഷണൽ ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നുള്ളൂ. രണ്ട് ബോഡികൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സർഫസുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു ബോഡി ഒരു സർഫസും തമ്മിലോ കോണ്ടാക്റ്റിൽ വരുമ്പോൾ മാത്രമേ എന്ത് ക്രിയേറ്റ് ആവുന്നുള്ളൂ? ഫ്രിക്ഷണൽ ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നുള്ളൂ. പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് സിംപ്ലി ഫ്രിക്ഷൻ എന്ന് പറയുന്നത് whenever the surface of two bodies are contact, സോ ഫ്രിക്ഷനെ നമുക്ക് എന്തെന്ന് പറയാം? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയാം. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ. ദർ ഈസ് സം റെസിസ്റ്റൻസ് ടു സ്ലൈഡിങ് ബിറ്റ്വീൻ ദം. ദ ഒപ്പോസിങ് ഫോഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ ഓർ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഡൗട്ട് ഇല്ലല്ലോ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓർ ഈസ് ഒപ്പോസിങ് ഫോഴ്സ് ടു ദ മൂവ്മെൻറ്റ്. ഒന്നെങ്കിൽ നമുക്ക് സിമ്പിളി റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്പോസിങ് ഫോഴ്സ് ടു ദ മൂവ്മെൻറ്റ് എന്ന് പറയാം. നമ്മുടെ മൂവ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആവുന്ന ഒരു ഫോഴ്സ്. ഓക്കെ. ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ. ഓക്കെ. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ്, നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി എക്സാമിനേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിനി ഫ്രിക്ഷൻ പറയുമ്പോൾ അതിൻ്റെ ഓരോ ടെക്നിക്കൽ ടേമുകൾ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടെക്നിക്കൽ ടേമുകൾ. അതിൻ്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ. ഇവിടെ നിന്നുള്ള സിമ്പിൾ പ്രോബ്ലംസും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. നിങ്ങളുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. ഓക്കെ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്? റിസൾട്ട് ആദ്യം മെക്കാനിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി, അതിനുശേഷം നമ്മൾ ഫോഴ്സ് എന്താണെന്ന് നോക്കി, ഫോഴ്സിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സുകൾ നോക്കി, ദെൻ കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകൾ നോക്കി, നമ്മുടെ ഫോഴ്സ് സിസ്റ്റംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ റിസൾട്ടൻറ്റ് അത് കണ്ടുപിടിക്കാനുള്ള ലോയും കാര്യങ്ങളും നോക്കി, വേരിയൻസും തിയറം നോക്കി. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലാണ് ഫ്രിക്ഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രിക്ഷനാണ് മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂൾ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതും ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ. ഓക്കെ. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ്. ആ ടൈമിൽ നിന്ന് സാധാരണ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. താഴെ തന്നിരിക്കുന്ന കോണ്ടാക്റ്റ് ഫോഴ്സ് ഏതാണെന്നൊക്കെ. കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ റെസിസ്റ്റീവ് ഫോഴ്സ് ഓർ ഇറ്റ് ഈസ് ഒപ്പോസിങ് ഫോഴ്സ് ടു ദ മൂവ്മെൻറ്റ്. ഓക്കെ. ഒപ്പോസിങ് ഫോഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഇനിയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ അഥവാ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ.